ഇടതുപക്ഷം, ഹൃദയപക്ഷം, വിപ്ലവ ഗ്രൂപ്പിലെ സഖാക്കളെ, സ്നേഹിതന്മാരെ, സുഹൃത്തുക്കളെ, ലോക രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഇടം നേടാൻ പോകുന്ന നവകേരള സദസ്സിൻ്റെ ഭാഗമായി കേരളത്തിലെ മന്ത്രിസഭ ഒന്നാകെ ഇടുക്കി ജില്ലയിൽ പര്യടനം നടത്തിയത് ഡിസംബർ മാസം 10, 11, 12 തീയതികളിലാണ്. ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾക്ക് ശാശ്വതമായി പരിഹാരമുണ്ടാക്കുന്നതിന് വേണ്ടി കേരള നിയമസഭ ഏകകണ്ഠമായി പാസാക്കിയ ഭൂപരിഷ്കരണ നിയമം ഏകകണ്ഠമായി അംഗീകരിച്ചതിന് ശേഷം UDF-ഉം പ്രതിപക്ഷത്തെ മറ്റ് പാർട്ടികളും BJP-യും എല്ലാം ആ നിയമത്തിനെതിരായി ബഹിഷ്കരണം സംഘടിപ്പിക്കുകയും ആ നിയമം ജനദ്രോഹപരമാണ് എന്ന് പ്രചരിപ്പിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ആ നിയമത്തിൻ്റെ ഗുണങ്ങൾ ജനങ്ങളുമായി സംവദിക്കാനും ഇടുക്കി ജില്ലയിലെ മലയോര മേഖലയിലെ കർഷകരടക്കമുള്ള ആളുകൾക്ക് ആ നിയമത്തിൻ്റെ ഗുണം വിശദീകരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി CPIM ഇടുക്കി ജില്ലാ കമ്മിറ്റി സെക്രട്ടറി സഖാവ് CV വർഗീസിൻ്റെ നേതൃത്വത്തിൽ ഒക്ടോബർ മാസം 9-ാം തീയതി മുതൽ 28-ാം തീയതി വരെ ആയിരക്കണക്കിന് ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇടുക്കി ജില്ലയുടെ ഗ്രാമാന്തരങ്ങളിൽ ഒരു കാൽനട ജാഥ സംഘടിപ്പിക്കുകയുണ്ടായി. ആ ജാഥയുടെ വരവും ജനങ്ങളെ ആവേശമുണ്ടാക്കിക്കൊണ്ട് കടന്നുപോയ ജാഥയുടെ തൊട്ടു പിന്നാലെ എന്ന് പറയാവുന്ന തരത്തിലാണ് നവകേരള സദസ്സ് ഇടുക്കി ജില്ലയിലേക്ക് എത്തുന്നത്. ഭരണാധികാരികൾ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വന്നതിൻ്റെ ചില സൂചനകൾ പുരാതന ഗ്രന്ഥങ്ങളിൽ പലയിടത്തും നമുക്ക് വായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന് മഹാബലി ചക്രവർത്തി ജനങ്ങളെ കാണാൻ വന്നതിൻ്റെ മിത്തുകൾ നമുക്കറിയാം. അതുപോലെ ചില രാജാക്കന്മാർ വേഷപ്രച്ഛന്നരായി ജനങ്ങൾക്കിടയിൽ സഞ്ചരിക്കുകയും തങ്ങളുടെ ഭരണത്തെക്കുറിച്ച് ജനങ്ങൾക്കുള്ള അഭിപ്രായം അറിയുകയും അത് തിരുത്താൻ വേണ്ട നിലപാടെടുക്കുകയും ചെയ്ത ചരിത്രങ്ങളുണ്ട്. പുരാണകഥയിലെ ശ്രീരാമൻ തൻ്റെ ഭരണത്തെക്കുറിച്ച് ജനങ്ങൾക്കുള്ള അഭിപ്രായം അറിയുന്നതിന് രഹസ്യ ഏജൻസികളെ അയക്കുകയും അതിന് കിട്ടിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് സീതയെ ഉപേക്ഷിക്കുന്ന തരത്തിലോട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നാൽ ഒരു രാജ്യത്തെ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തെ ഭരണാധികാരികളാകെ നിങ്ങൾക്കെന്ത് പറയാനുണ്ട്, നിങ്ങൾ പറയൂ, ഞങ്ങളത് കേട്ട് നടപ്പാക്കാൻ പരമാവധി ശ്രമിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ വന്ന് വിനീതരായി ഭരണാധികാരികൾ നിന്ന ചരിത്രം ലോകത്തിലൊരിടത്തും കേട്ടതായി നമുക്ക് അനുഭവമില്ല. നവകേരള സദസ്സ് എന്തിന് എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ മറുപടി, ജനങ്ങളാണ് പറയേണ്ടത്. അത് നടപ്പാക്കാൻ ബാധ്യതപ്പെട്ടവരാണ് തിരഞ്ഞെടുക്കപ്പെട്ട ഭരണാധികാരികൾ. അതുകൊണ്ട് ജനങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാനും അത് മനസ്സിലാക്കി പ്രവർത്തിക്കാനും വേണ്ടിയാണ് നവകേരള സദസ്സ് നടത്തുന്നത്. നവകേരള സദസ്സിനെ പോലുള്ള സംരംഭങ്ങൾ കേരളത്തിൽ ആദ്യമല്ല. കേരളം രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ കേരളത്തിൻ്റെ ഭാവി എന്തെന്ന് കേരള ലോക സമ്മേളനം പോലുള്ള സമ്മേളനങ്ങൾ വിളിച്ച് ചർച്ച ചെയ്യുകയും അത് ഇടതുപക്ഷ ഗവൺമെൻറ്റുകൾ വന്ന കാലത്തൊക്കെ കേരളത്തിൽ എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് ചർച്ച ചെയ്യാൻ അതിൽ ആധികാരികമായ അഭിപ്രായം പറയാൻ കഴിയുന്ന ഒട്ടേറെ ആളുകളെ വിളിച്ചു ചേർത്ത് ചർച്ച ചെയ്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നിലപാടെടുത്ത ചരിത്രം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിൻ്റെ ഒരു തുടർച്ച അല്ലെങ്കിൽ ഉയർന്ന രൂപം എന്ന നിലയിൽ വേണം നവകേരള സദസ്സിനെ നമുക്ക് കാണാൻ. ഒരു സർക്കാർ പരിപാടി എന്ന നിലയിൽ ഇതിനെ കാണുന്നതിന് പകരം ഇതിനെതിരെ ഇതാരംഭിച്ചപ്പോൾ തന്നെ ഒട്ടേറെ അപവാദ പ്രചരണങ്ങളും ബഹിഷ്കരണാഹ്വാനങ്ങളും ചിലപ്പോഴൊക്കെ അതിനെതിരെ ആക്രമണ സ്വഭാവത്തിലുള്ള പ്രവർത്തനങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. ഈ നവകേരള സദസ്സിൻ്റെ വിജയവും അതിലോട്ട് എത്തിച്ചേരുന്ന ജനങ്ങളുടെ ബാഹുല്യവും കണ്ട് വിരളി പൂണ്ട
ബൂർഷ്വാ മാധ്യമങ്ങളും കൂട്ടാളികളും എല്ലാം ചേർന്ന് നടന്ന പ്രവർത്തനങ്ങൾ കേരളത്തിൽ ഒരിടത്തും ഏക്കാത്തതുപോലെ തന്നെ ഇടുക്കി ജില്ലയിലെ നവോദയ കേരള സദസ്സിൻ്റെ പര്യടനത്തെയും തീരെ ബാധിച്ചില്ല എന്ന കാര്യം ഈ അവസരത്തിൽ എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു സർക്കാർ പരിപാടി എന്ന നിലയിൽ വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഇടുക്കി ജില്ലയിൽ കളക്ടറുടെ നേതൃത്വത്തിലും അതിന് താഴെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിലും വിപുലമായ സംഘാട സമിതികൾ രൂപീകരിച്ച് നേരത്തെ തന്നെ പ്രവർത്തനം ആരംഭിച്ചു. ഇടുക്കി ജില്ലയിലെ 52 പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളായ തൊടുപുഴയിലും കട്ടപ്പനയിലും അതാത് സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അടിസ്ഥാനത്തിൽ മേഖല തിരിച്ച് സംഘാടക സമിതിയിൽ രൂപം കൊടുക്കുകയും മുൻകൂട്ടിയുള്ള ഇത് വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രാദേശിക പ്രവർത്തനങ്ങൾ നല്ല നിലയിൽ നടക്കുകയും ചെയ്തിട്ടുണ്ട്. ഇടുക്കി ജില്ലയിൽ 5 മണ്ഡലങ്ങളാണ്: തൊടുപുഴ, ഇടുക്കി, ദേവികുളം, ഉടുമ്പൻചോല, പീരുമേട്. ഇതിൽ 4 മണ്ഡലങ്ങളിലും LDFിൻ്റെ MLA മാരാണ്. തൊടുപുഴയിൽ മാത്രമാണ് UDFിൻ്റെ പ്രതിനിധിയായ PJ ജോസഫ് MLA ആയിട്ടുള്ളത്. അവിടെ ബഹിഷ്കരണം കൊണ്ട് ഈ പരിപാടിയെ മോശമാക്കാം എന്ന ശ്രമമാണ് UDFുകാർ പ്രചരിപ്പിക്കുകയും നടത്തുകയും ചെയ്തത്. പക്ഷെ അതിനെല്ലാം തോൽപ്പിച്ചുകൊണ്ടുള്ള പരിപാടികളാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. തൊടുപുഴയിൽ സംഘാടക സമിതി രൂപീകരിക്കാൻ MLAയുടെ ബഹിഷ്കരണം കാരണം ഇടുക്കി ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ KT ബിനു ആയിരുന്നു തൊടുപുഴ മണ്ഡലത്തിൻ്റെ സംഘാടക സമിതിയുടെ ചെയർമാൻ. ഇടുക്കിയിലേത് ജില്ലയിൽ നിന്നുള്ള മന്ത്രി കൂടിയായ റോഷി അഗസ്റ്റിൻ ചെയർമാനായി, ദേവികുളത്ത് രാജ MLA ചെയർമാനായി, ഉടുമ്പൻചോലയിൽ മുൻ മന്ത്രി സഖാവ് MM മണി ചെയർമാനായി, പീരുമേടിൽ വാഴൂർ സോമൻ ചെയർമാനുമായുള്ള സംഘാടക സമിതികളാണ് വളരെ മുൻപ് തന്നെ രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചത്. ഈ മുന്നൊരുക്കങ്ങളിൽ ഏറ്റവും ഫലപ്രദമായി കണ്ടത് വാർഡ് സഭകൾക്ക് ശേഷം രൂപീകരിച്ച വീട്ടുമുറ്റ സദസ്സുകൾ എന്ന പേരിൽ ഗ്രാമങ്ങളിലെ വിവിധ ഭാഗങ്ങളിൽ, വാർഡുകളിലെ വിവിധ കേന്ദ്രങ്ങളിൽ ജനങ്ങളെ വിളിച്ചുകൂട്ടി അവരുമായി ചർച്ച ചെയ്യുകയും അവരുടെ അഭിപ്രായം കേൾക്കുകയും ഒക്കെ ചെയ്യാനുള്ള അവസരം നന്നായി സംഘടിപ്പിക്കപ്പെട്ടു. ജില്ലയിലാകെ 7500-800-ലധികം വീട്ടുമുറ്റ സദസ്സുകൾ നടന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ വീട്ടുമുറ്റ സദസ്സുകളിൽ അവിടെ കൂടിച്ചേർന്ന ആളുകൾ രാഷ്ട്രീയത്തിൻ്റെ പേരിലല്ല, രാഷ്ട്രീയത്തിനപ്പുറം ഒരുമയുടെ മേളിൽ എല്ലാ രാഷ്ട്രീയത്തിൽപ്പെട്ടവരും സ്ത്രീകളടക്കമുള്ള ധാരാളം ആളുകൾ ഈ സദസ്സുകളിലോട്ട് എത്തിച്ചേർന്നു. 10, 20 മുതൽ 100, 150 വരെ ആളുകൾ പങ്കെടുത്ത വീട്ടുമുറ്റ സദസ്സുകൾ നടന്നു. ഈ സദസ്സുകളിൽ അവർ സ്വന്തം അഭിപ്രായത്തിൽ നിന്ന്, സ്വന്തം അനുഭവത്തിൽ നിന്ന് കേരളത്തിൻ്റെ വളർച്ചയും ആ വളർച്ചയ്ക്ക് ഇന്ന് കാണുന്ന കേരളത്തിൻ്റെ നടന്നു വന്ന വഴികളിലെ നാഴികക്കല്ലുകളും പ്രായമായവർ ഓർത്തെടുത്ത് അവതരിപ്പിച്ചു. അത് പുതിയ തലമുറയ്ക്ക് പുതിയ വിവരങ്ങളായിരുന്നു, അവർക്ക് മനസ്സിലാകാത്തതായിരുന്നു. കേരളം ഉണ്ടായിട്ട് 67 വയസ്സ് കഴിയുകയാണ്. കേരളത്തിൽ 56-ലാണ് ഐക്യ കേരളം ഉണ്ടായെന്ന്, നവംബറിലാണ് ഉണ്ടായെന്ന് നമുക്കെല്ലാം അറിയാം. ഈ 56-ന് മുമ്പ് കേരളത്തിലെ അവസ്ഥയും ഇന്നത്തെ കേരളത്തിൻ്റെ അവസ്ഥയും ഒരുപാട് മാറ്റമുണ്ട്. ഇതെങ്ങനെ സംഭവിച്ചു എന്ന വിഷയങ്ങളാണ്, എന്ന ചർച്ചകളാണ് വീട്ടുമുറ്റ സദസ്സുകളിൽ ഉയർന്നു കേട്ടത്. ഇങ്ങനെ അതിനുള്ള കാരണങ്ങൾ എന്തായിരുന്നു? 1957-ലെ ഒന്നാമത്തെ കേരള സർക്കാർ, അതിന് മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട്, അദ്ദേഹം അധികാരത്തിൽ വന്ന ഉടനെ തന്നെ നടപ്പിലാക്കിയ കുടിയൊഴിപ്പിക്കൽ നിയമം കേരളത്തിൻ്റെ ചരിത്രത്തിൽ വളരെ പ്രധാനമാണ്. പിന്നീട് വന്ന ഇടതുപക്ഷ ഗവൺമെൻറ് എടുത്ത ഭൂപരിഷ്കരണ നിയമം, അങ്ങനെ കേരളത്തിൽ ജന്മിത്വം അവസാനിപ്പിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റേറ്റ്
എന്ന ഖ്യാതി നേടിയെടുത്തത് ഇപ്പോഴും മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും അവസാനിപ്പിച്ചിട്ടില്ല. കേരളത്തിന് കഴിഞ്ഞത് ഈ പുതിയ നയത്തിൻ്റെ ഭാഗമായിട്ടാണ്. അവിടെ നിന്നാണ് കേരളത്തിൻ്റെ പുരോഗതിയുടെ തുടക്കം. തങ്ങൾ ഇന്നലെ വരെ കുടിൽ കെട്ടി താമസിച്ചിരുന്ന വീടുകളിൽ നിന്ന്, പുരയിടങ്ങളിൽ നിന്ന് തങ്ങളെ ആട്ടിയോടിക്കപ്പെടുകയില്ല എന്ന ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ സ്വന്തം മണ്ണിൽ സ്വന്തം കാലിൽ ഉറച്ചു നിന്നുകൊണ്ട് ജോലിയെടുക്കാൻ പ്രവർത്തിക്കാനും കേരള ജനതയെ പ്രാപ്തമാക്കിയത് ഈ പുതിയ നിയമമായിരുന്നു. എല്ലാവർക്കും ഭൂമി അതൊരവകാശമാണ് എന്ന സങ്കല്പവും എന്ന ധാരണയും ഉണ്ടാക്കി തീർത്ത് അവിടെ നിന്നാണ്. അതിൻ്റെ തുടർച്ചയാണ് മാറി മാറി വന്ന ഇടതുപക്ഷ ഗവൺമെൻറ്റുകൾ മിച്ചഭൂമി ഏറ്റെടുത്തു കൊടുക്കാൻ നിയമങ്ങൾ ഉണ്ടാക്കിയതും മിച്ചഭൂമി സമരം നടത്തിയതും ഇപ്പോൾ ജനകീയാസന ഭാഗമായി എല്ലാവർക്കും ഭൂമി, വീടില്ലാത്തവർക്ക് വീടും ഭൂമിയും നൽകണം എന്ന നിലപാടിലോട്ട് ഭരണ നയങ്ങൾ എത്തിയതും മാറിയതും ഇതിൻ്റെ തുടർച്ചയാണ്. കേരളത്തിൻ്റെ പുരോഗതിയിൽ ഏറ്റവും അടിസ്ഥാനപരമായ മാറ്റമുണ്ടാക്കാൻ സഹായിച്ചത് വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ടുള്ള ഇടതുപക്ഷ ഗവൺമെൻറ്റുകളുടെ വിദ്യാഭ്യാസ നയത്തിൻ്റെ തുടക്കമാണ്. വിദ്യാഭ്യാസ സൗജന്യം എന്ന് കേൾക്കുമ്പോൾ ഇന്നത്തെ പുതുതലമുറയ്ക്ക് അത് വലിയ പ്രാധാന്യം തോന്നണമെന്നില്ല. 57 കാലത്ത് വിദ്യാഭ്യാസം നടത്തിയ ഒരാളാണ് ഞാൻ. അന്ന് പ്രൈമറി വിദ്യാഭ്യാസം പൂർത്തിയാക്കി എനിക്ക് അത് കഴിഞ്ഞാൽ ഫസ്റ്റാണ് സ്റ്റാൻഡേർഡ്. അങ്ങോട്ട് പ്രവേശനത്തിന് എൻ്റെ പിതാവിന് സാമ്പത്തിക ശേഷി ഉണ്ടായിരുന്നു. 4 ഏക്കർ ഭൂമി അന്നുമുണ്ട്, ഇന്നുമുണ്ട്. 4 ഏക്കർ ഭൂമിയുള്ള ഒരാൾക്ക് അയാളുടെ മകനെ പഠിപ്പിക്കാൻ 3 രൂപ മാസം ഫീസ് കൊടുക്കാൻ ഇല്ലാതിരുന്ന ഒരു കാലം. അപ്പോൾ ഒരു ഭൂമിയും ഇല്ലാതിരുന്നവരുടെ വിദ്യാഭ്യാസ സ്വപ്നം എവിടെ നിൽക്കുന്നു എന്ന് ആലോചിച്ചാൽ മതി. അങ്ങനെ വിദ്യാഭ്യാസം തകർക്കപ്പെട്ട എന്നെപ്പോലുള്ളവരുടെ തലമുറ 57 മുഖ്യമന്ത്രി EMSൻ്റെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ ഫീസ് നിർത്തലാക്കിക്കൊണ്ടുവന്ന ആദ്യത്തെ പ്രഖ്യാപനം രോമാഞ്ചത്തോടെയാണ് ഞങ്ങൾ കേട്ടത്. അങ്ങനെ ഞങ്ങൾക്ക് ആ തലമുറയ്ക്ക് വിദ്യാഭ്യാസം തുടരാൻ കഴിയും. അങ്ങനെ തുടർന്നു വന്നപ്പോൾ പിന്നീട് അടുത്ത വർഷം 58 സെക്കൻഡ് ഫോറത്തിലും 59 തേർഡ് ഫോറത്തിലും ഫീസ് നിർത്തലാക്കാൻ അന്നത്തെ ഗവൺമെൻറ്റിന് കഴിഞ്ഞു. അതിന് തുടർച്ചയാണ് ഇന്ന് വരുന്ന സൗജന്യ വിദ്യാഭ്യാസം, ഫീസില്ലാത്ത വിദ്യാഭ്യാസമായി കേരളം വളർന്നത്. അങ്ങനെ ഫീസില്ലാതിരിക്കുന്ന മാത്രമല്ല, ഒരു സൗജന്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത് കാരണത്താലാണോ ഒരു കുട്ടിക്ക് വിദ്യാലയത്തിൽ പോകാനും പഠിക്കാനും അവകാശം നിഷേധിക്കപ്പെടുന്നത് അത് പരിഹരിക്കലാണ് സൗജന്യം എന്ന നയമാണ് ഗവൺമെൻറ്റുകളെടുത്തത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഭക്ഷണമില്ലാത്ത കുട്ടികൾക്ക് വിശന്ന് പഠിക്കാൻ കഴിയാത്തതുകൊണ്ട് വിശപ്പ് മാറ്റുന്നതിന് സഹായകരമായി സ്കൂളുകളിൽ ഉച്ചക്കഞ്ഞി ഏർപ്പെടുത്തിയത്. അന്ന് കഞ്ഞി സർക്കാരെന്ന് വിളിച്ച് കുട്ടികളെ കഞ്ഞുകുടിയന്മാരാക്കി അധപ്പതിച്ചു എന്ന് പറഞ്ഞ് പ്രസംഗിച്ച് കിടന്ന ആളുകളുടെ പിന്മുറക്കാരാണ് ഇന്ന് നവോദയ കേരള സദസ്സിനെതിരായി ബഹിഷ്കരണവും ആക്ഷേപവുമായി നടക്കുന്നത് എന്ന കാര്യവും നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അങ്ങനെ വിശപ്പില്ലാതെ ഉച്ചഭക്ഷണത്തിൽ ഉച്ചക്കഞ്ഞിയിൽ ആരംഭിച്ചത് ഇന്നത് ചോറിലും മുട്ടയിലും പാലിലുമൊക്കെ എത്തി നിൽക്കുന്ന വളർച്ച. അവിടെ നിന്നാൽ പോരെ, ഇനിയും മുന്നോട്ട് പോകണം എന്ന അഭിപ്രായമാണ് വീട്ടുമുറ്റ സദസ്സുകളിൽ നിന്ന് ഉയർന്നത്. പാഠപുസ്തകം വാങ്ങാൻ കാശില്ലാത്ത കുട്ടികളെന്ന് പഴയ പാഠപുസ്തകം പകുതി വിലയ്ക്ക് വാങ്ങിയിരുന്ന ഒരു അനുഭവം എനിക്ക് ഓർമ്മയുണ്ട്. വില പകുതിയാകുമ്പോൾ തന്നെ പുസ്തകവും പകുതിയായിരുന്നു പഴയത് കിട്ടുക. അവിടെ നിന്ന് എല്ലാവർക്കും നല്ല പുസ്തകം എന്ന കാഴ്ചപ്പാടിൽ സൗജന്യ പുസ്തക വിതരണം ആരംഭിച്ചത് ഏത് ഭരണകാലത്താണ് എന്ന് ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല. നല്ല വസ്ത്രം ധരിക്കാതെ സ്കൂളിൽ പോകാൻ വിഷമിച്ചിരുന്ന കുട്ടികൾ എന്നെല്ലാം മനസ്സിലാക്കി എല്ലാവർക്കും സൗജന്യ യൂണിഫോം വിതരണം ചെയ്യുന്ന പുതിയ സമീപനം ഒന്ന് കേരളത്തിൽ എത്തിയിരിക്കുന്നു. പഴയകാല വിദ്യാലയങ്ങളുടെ സ്ഥിതി, എല്ലായിടത്തും വിദ്യാലയങ്ങൾ ഇല്ലാതിരുന്ന സ്ഥിതി, ഉള്ള വിദ്യാലയങ്ങളിൽ പഠിപ്പിക്കാൻ അധ്യാപകരും പഠനോപകരണങ്ങൾ ഇല്ലാതിരുന്ന സ്ഥിതി, അതൊക്കെ അറിയുന്നവരാണ് പഴയ തലമുറ. ആ ഓർമ്മ പുതുക്കിക്കൊണ്ട് അവർ പുതിയ തലമുറയോട് പറഞ്ഞു, നമ്മുടെ വീട്ടുമുറ്റ സദസ്സുകളിൽ ഇപ്പോൾ നിങ്ങൾ പോകുന്ന ഹൈടെക് വിദ്യാലയങ്ങളുടെ ഒരു പഴയകാല ചരിത്രം നമുക്ക് ഓർമ്മയുണ്ട്. ആ ചരിത്രം മാറ്റിമറിക്കാൻ കഴിഞ്ഞത് ഈ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ്റുകളെടുത്ത
ജനകീയ ജനപ്രിയ നയത്തിൻ്റെ ഭാഗമാണ്. അതാണിപ്പോൾ ഹൈടെക് വിദ്യാലയങ്ങളിൽ മാറുന്നതിലെ പുതിയ വിദ്യാഭ്യാസ സംരക്ഷണ നയവും അതിൻ്റെ തുടർച്ചയും. അത് ഉന്നത വിദ്യാഭ്യാസ രംഗത്തിലൂടെ കടന്നു വരുമ്പോഴാണ് ആ മേഖല വർഗീകരിക്കാനും ആ മേഖലയെ താറുമാറാക്കാനും ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് കേരള ഗവൺമെൻറ് നടത്തുന്ന ശ്രമങ്ങൾ നമ്മൾ മറന്നുകൂടാ എന്നടക്കം അത്തരം സദസ്സുകളിൽ ചർച്ചയുണ്ടായി എന്ന കാര്യം ആവേശത്തോടെ ഞാൻ ഓർക്കും. ആരോഗ്യമേഖല 56 മുമ്പ് നാട്ടുവൈദ്യന്മാരുടെയും മന്ത്രവാദികളുടെയും നാടായിരുന്നു കേരളം. നാട്ടുവൈദ്യന്മാരുടെ കഷായം കുടിക്കലും മറ്റ് പല രോഗങ്ങൾക്കും മന്ത്രവാദികളെ അനുകരിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്നൊരു സമീപനം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അത് പോയിട്ട് ഇന്ന് മന്ത്രവാദികളെ മഷിയിട്ട് നോക്കിയാൽ കാണാനില്ല. നാട്ടുവൈദ്യന്മാർ പലരും നാട്ടിൽ ഇല്ലാതായി. എങ്ങനെ? ശാസ്ത്രീയമായ ചികിത്സാ സമ്പ്രദായങ്ങൾ സൗജന്യമായി മുഴുവൻ ജനങ്ങൾക്കും എത്തിക്കുക എന്ന സമീപനം വന്നു. സർക്കാർ ആശുപത്രികളൊക്കെ ഒരു കാലത്ത് ആർക്കും വേണ്ടാത്ത, ഡോക്ടറില്ലാത്ത, നഴ്സില്ലാത്ത, മരുന്നില്ലാത്ത ആരോഗ്യ കേന്ദ്രങ്ങളെ ഇന്ന് ജനങ്ങൾ സമർത്ഥമായി എല്ലാ മരുന്നുകളുമുള്ള, ആവശ്യത്തിന് ഡോക്ടർമാരുള്ള, വിദഗ്ധ ചികിത്സ കിട്ടുന്ന സ്ഥാപനങ്ങളായി ഇതിനെ മാറ്റാൻ കഴിഞ്ഞത് ഇടതുപക്ഷ ഗവൺമെൻറ്റുകളുടെ ഭരണനയങ്ങളാണ്. എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജുകൾ ആരംഭിച്ചത് ഒരു ഗവൺമെൻറ് UDFൻ്റെ കാലത്താണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ആരംഭിച്ച് ഉദ്ഘാടനം നടത്തിയാൽ മാത്രം മെഡിക്കൽ കോളേജ് ആവുകയില്ല. നമ്മുടെ ഇടുക്കി ജില്ലയിലെ മെഡിക്കൽ കോളേജുകൾ ഇന്ന് പ്രവർത്തന രംഗത്താക്കിയത്, അതിന് കെട്ടിടമുണ്ടാക്കിയത്, അതിൻ്റെ നിയമതടസ്സങ്ങൾക്ക് നൂലാമാലകൾ മാറ്റിയത്, സജീവമാക്കാൻ തീരുമാനിച്ച് നഴ്സിംഗ് കോളേജ് അടക്കം ചേർത്ത് ഇന്ന് ഭംഗിയായി പ്രവർത്തനം ആരംഭിച്ച് നടത്തുന്നതും കഴിഞ്ഞ 2 വർഷത്തെ ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരിൻ്റെയും കാലത്തെ പ്രവർത്തന ഫലമാണ് എന്ന കാര്യം ഓർക്കേണ്ടതുണ്ട്. ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ കൊടുക്കുന്ന സംസ്ഥാനം ഏത് എന്ന ചോദ്യത്തിന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മറുപടി കേരളമെന്നാണ്. അതിനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട്. മുഴുവൻ ആളുകൾക്കും അവരുടെ കയ്യെത്താവുന്ന ദൂരത്തിൽ സൗജന്യം. അതിനുവേണ്ടിയാണ് ആരോഗ്യ കേന്ദ്രങ്ങളും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളും ഒക്കെ സ്ഥാപിച്ചുകൊണ്ട് പുതിയ നയം സ്വീകരിക്കുന്നത്. അംഗൻവാടികളിൽ കുട്ടികളെയും അമ്മമാരെയും ഭക്ഷണവും അത്യാവശ്യ ചികിത്സകളും കൊടുക്കുന്ന സമ്പ്രദായം, പണ്ടുണ്ടായിരുന്ന മിഡ്വൈഫറി സെൻ്ററുകളെ മെച്ചപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുവന്ന സമ്പ്രദായം, ഇത് കേരളത്തിൽ മാത്രം കാണാൻ കഴിയുന്ന രീതിയാണ്. ആ ചികിത്സ ആരോഗ്യപരമായി ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ശരാശരി ആരോഗ്യ നിലവാരത്തിൽ, പ്രായത്തിൽ കേരളം മുന്നിട്ട് നിൽക്കാൻ കാരണം ഈ പുതിയ സമീപനമാണ്. അതോടൊപ്പം തന്നെ മറ്റൊന്നാണ് നമ്മുടെ നാട്ടിലെ സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന അയൽക്കൂട്ട സമ്പ്രദായം, കുടുംബശ്രീകൾ. ഇന്ന് നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ എല്ലാവരും അയൽക്കൂട്ടത്തിലെ അംഗങ്ങളാണ്, കുടുംബശ്രീയുടെ പ്രവർത്തകരാണ്. അത് തുടങ്ങിയ കാലത്ത് നിന്ന് എത്രയോ വ്യത്യസ്തമാണിന്ന്. വീട്ടിനകത്തിരിക്കേണ്ടവരും സംസാരിക്കാൻ, അഭിപ്രായം പറയാൻ അവകാശമില്ലാത്തവരും സ്വന്തം കുടുംബം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ഭർത്താവിനെ സഹായിക്കാനും, ഭർത്താവിൻ്റെ സഹായമില്ലെങ്കിൽ സ്വന്തമായി മക്കളെയും കുടുംബത്തെയും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ധൈര്യവും ശേഷിയും നമ്മുടെ വീട്ടമ്മമാർക്ക് ഉണ്ടാക്കി കൊടുത്തത് ഈ അയൽക്കൂട്ട കുടുംബശ്രീ സമ്പ്രദായമാണ്. അതിത്ര വ്യാപകമായി കേരളത്തിൽ മാത്രമേ ഉള്ളൂ. അതിനെ തകർക്കുന്നതിന് വേണ്ടി ജനശ്രീ കൊണ്ടുവന്നത് ആര്, ആ ജനശ്രീയുടെ സ്ഥിതി എന്തായി എന്നൊക്കെ ചരിത്രം ഭരിക്കുന്ന ആളുകൾക്കറിയാം, വിശദീകരിക്കേണ്ട കാര്യമില്ല. അതുപോലെ മറ്റൊന്നാണ് നമ്മുടെ കേരളത്തെ നയിച്ച മറ്റൊന്നാണ് ജനകീയാസൂത്രണം. ജനകീയാസൂത്രണം ഇത്ര ഭംഗിയായി നടക്കുന്ന ഒരു കേന്ദ്രം, ഒരു സംസ്ഥാനം ലോകത്തിലൊരിടത്തുമില്ല. രാജീവ് ഗാന്ധിയുടെ സ്വപ്നമാണ് ജനകീയ അധികാരം ജനങ്ങളിലോട്ട്, ഭരണഘടനാ ഭേദഗതി എന്നൊക്കെ പ്രസംഗിക്കാം. വാസ്തവവും കുറേയുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ആ സ്വപ്നം ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്ത് നടമാടില്ല? കേരളത്തിൽ തന്നെ പലപ്പോഴായി മാറി വന്ന ഗവൺമെൻറ്റുകൾ അതിൻ്റെ ആവേശവും അന്തസത്തയും ചോർത്തിക്കളയാനുള്ള ശ്രമം നടത്തിയെങ്കിലും ഇടതുപക്ഷ ഗവൺമെൻറ്റുകൾ അതിനെ മുറുകെ പിടിച്ചു. അങ്ങനെ മുറുകെ പിടിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് പഞ്ചായത്തുകൾ, ഓരോ പഞ്ചായത്തും കോടിക്കണക്കിന് രൂപ ഓരോ വർഷവും ക്ഷേമപ്രവർത്തനം നടപ്പാക്കുന്ന പഞ്ചായത്തുകളെ ഭരണ കേന്ദ്രങ്ങളായി, ഗ്രാമീണ ഭരണാധികാര കേന്ദ്രങ്ങളായി മാറിയത്. അതിൻ്റെ ഫലമായി നമ്മുടെ നാട്ടിലാകെ നല്ല റോഡുകളും നല്ല കെട്ടിടങ്ങളും നല്ല സ്കൂളുകളും നല്ല ആശുപത്രികളും എല്ലാവർക്കും വീടുകളും ഒക്കെ വരുന്ന പുതിയ സമ്പ്രദായം ഉണ്ടായില്ലേ, അംഗൻവാടികളടക്കം. ആ ജനകീയാസൂത്രണത്തെ
കണ്ടുപിടിക്കാൻ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകൾ വരുന്നു. അത് ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണ്ടേ? അതെങ്ങനെ കഴിയണം? അതിനെന്തുകൂടെ ഇനി ചെയ്യണം എന്ന ചർച്ച നടക്കുമ്പോഴാണ് അതിനെ ബഹിഷ്കരിച്ച ആളുകൾ മാറി നിന്നത് എന്നുകൂടെ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അതിൻ്റെ വളർച്ചയുടെ ഫലമായിട്ടാണ് കേരളം ഇന്ന് വളരെ മുന്നോട്ട് പോകുന്നത്. സ്ത്രീ ശാക്തീകരണം ഇവിടെയല്ലേ? 50% സ്ത്രീകൾ പഞ്ചായത്ത് മെമ്പർമാരാകണം എന്ന് നിയമം ഉണ്ടാക്കിയത് കേരളത്തിൽ മാത്രമാണ്. മറ്റു പലയിടത്തും 33% ഉണ്ട് എന്നതല്ലാതെ ഫലത്തിൽ സ്ത്രീകൾ തിരഞ്ഞെടുക്കപ്പെടുന്നുണ്ടാകാം. പക്ഷേ നമ്മുടെ നാട്ടിലെ പോലെ ശരിക്കും ഭരണം നടത്താൻ ശേഷിയുള്ള ആളുകളായി, പുരുഷന്മാരെക്കാൾ മെച്ചമുള്ളവരായി തന്നെ മാറാൻ കേരളത്തിലെ വനിതകൾക്ക് കഴിഞ്ഞതുപോലെ മറ്റു സംസ്ഥാനങ്ങളിൽ ജനകീയാസൂത്രണം ഫലപ്രദമാകുന്നില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റൊന്നാണ് നമ്മുടെ കേരളത്തിലെ സാക്ഷരതാ പ്രവർത്തനം. ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള സംസ്ഥാനം കേരളമാണ്. ലോകത്തിൽ എവിടെ ചെന്നാലും കേരളീയരെ കാണാം, മലയാളികളെ കാണാം. എന്തുകൊണ്ട്? കേരളത്തിൻ്റെ ഏത് മുക്കിലും മൂലം ചെയ്താൽ അന്യ സംസ്ഥാന തൊഴിലാളികളെ കാണാം എന്ന് പറയുന്നത് പോലെ അത് ബീഹാറിലും ബംഗാളിലും ആന്ധ്രയിലും ഉത്തർപ്രദേശിലുമെല്ലാം ജീവിക്കാൻ നിർവാഹമില്ലാതെ വരുന്നവരാണ്. അവിടെ പട്ടിണി കിടന്നിട്ട് ഒന്നുമില്ലാതിരുന്ന, വിദ്യാഭ്യാസം പോലും ഇല്ലാതിരുന്ന് വരുന്നവരാണ്. പക്ഷെ നമ്മുടെ കുട്ടികൾ ലോകത്തിലാകെയുള്ള എല്ലാ രാജ്യത്തും ചെന്നെത്തുന്നത്, അവിടെ ചെന്ന് പ്രവർത്തിക്കുന്നത് അവർ മിടുക്കന്മാരായതുകൊണ്ടാണ്. നല്ല ശേഷിയുള്ളവരും ബുദ്ധിയുള്ളവരും വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരുമായതുകൊണ്ടാണ്. അത് കിട്ടിയത് ഈ കൊച്ചു കേരളത്തിൽ നിന്ന് കിട്ടിയതാണ്. കേരളത്തിലെ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായി അവർ നേടിയെടുത്തതാണ് എന്ന കാര്യം മറക്കാൻ പാടില്ല. മറ്റൊന്ന്, നമുക്ക് എല്ലാവർക്കും വീട് കിട്ടിയ സമ്പ്രദായം. എല്ലാവർക്കും വീടെന്ന സങ്കല്പം ഇപ്പോഴും പൂർണ്ണമായിട്ടില്ല. ലൈഫ് പദ്ധതി നടപ്പാക്കുന്ന പോലും എല്ലാവർക്കും വീട് എന്ന സത്യത്തിലേക്ക് നീങ്ങുകയാണ്. പണ്ട് നമ്മുടെ കേരളത്തിൽ 56-ന് മുമ്പ് എവിടെ പോയാലും ഓലമേഞ്ഞ കുടിലുകളിലായിരുന്നു പ്രധാന കാഴ്ച. ഇന്നത്തെ യുവതലമുറയ്ക്ക് അത് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അത് മാറിയതെങ്ങനെയാണ്? എം.എൻ. ഗോവിന്ദനാരുടെ കാലത്ത് ആരംഭിച്ച ലക്ഷം വീട് പദ്ധതി മുതൽ ഇങ്ങോട്ട് ജനകീയാസൂത്രണ വഴിയായി ഇന്ന് നടപ്പാകുന്ന എല്ലാവർക്കും വീട് ലൈഫ് പദ്ധതിയിൽ എത്തി നിൽക്കുകയാണ്. മുഴുവൻ ആളുകൾക്കും വീട് കൊടുക്കുന്ന ലക്ഷ്യത്തിലോട്ട് അതിവേഗം കേരളം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിന് എവിടെ കുറവുണ്ട്, എന്ത് പരിഹാരം വേണം എന്ന് ചർച്ച ചെയ്യാനാണ്, ജനങ്ങളുടെ അഭിപ്രായം കേൾക്കാനാണ്, അതിന് പരിഹാരം തേടാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ടാണ് നവകേരള സദസ്സ് കടന്നു വരുന്നത്. വീടിന് വേണ്ടി കാത്തിരിക്കുന്ന നമ്മുടെ വീട്ടമ്മമാർ, നമ്മുടെ വീട്ടിലെ ഗ്രഹനാഥന്മാർ ഇതിൽ കക്ഷി രാഷ്ട്രീയം വച്ച് വലിച്ചിഴയ്ക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ കൂടെ നിൽക്കില്ല എന്ന് തെളിയിക്കുന്നതായിരുന്നു നവകേരള സദസ്സിലെ ആൾക്കൂട്ടങ്ങൾ എന്നേ പറയേണ്ടിയിരിക്കുന്നു. നമ്മുടെ വളർച്ചയുടെ ഭാഗമായി പകർച്ചവ്യാധികളെ നല്ലതുപോലെ നേരിടാൻ നമുക്ക് കഴിഞ്ഞില്ലേ? ഏത് രോഗം വന്നാലും പിടിച്ചു നിർത്താൻ കഴിഞ്ഞു. നിപ്പ വന്നാലും, ഡെങ്കി വന്നാലും, കോവിഡ് വന്നാലും ജനങ്ങളെ രക്ഷിക്കുന്നതിനപ്പം തന്നെ ഓടിയെത്താനും തടഞ്ഞു നിർത്താൻ കഴിവുള്ള ആരോഗ്യ മേഖലയാണ് ഇന്ന് നമ്മുടെ കയ്യിലുള്ളത്. ലോക നിലവാരത്തിനൊപ്പമാണ്. ബ്രിട്ടനിൽ കോവിഡ് ഭരണകാലത്ത് കോവിഡ് വന്നപ്പോൾ അതിനെ ചെറുക്കാൻ അന്നത്തെ ഭരണാധികാരികൾക്ക് വേണ്ടത്ര കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് ഇപ്പോഴത്തെ മുൻ ഭരണാധികാരി, അവിടുത്തെ ഇംഗ്ലണ്ടിലെ പ്രസിഡന്റ്, പ്രധാനമന്ത്രി മാപ്പ് ചോദിച്ച കഥ നടന്നത് ഒരാഴ്ച മുമ്പാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മുതലാളിത്ത രാജ്യം എന്ന് അഹങ്കരിക്കുന്ന അമേരിക്കയിൽ കോവിഡ് രോഗബാധിതർക്ക് ഓക്സിജൻ കട്ടിലുകൾ, ഓക്സിജനുള്ള ബെഡുകൾ തികയാതെ വന്നപ്പോൾ പ്രായം നോക്കി ആളുകളെ ഓക്സിജൻ ബെഡിൽ നിന്ന് ഇറക്കി കിടത്തി ചെറുപ്പക്കാരെ കയറ്റിക്കിടന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട്. ചെറുപ്പക്കാർ രോഗമായി കടന്നു വരുമ്പോൾ പ്രായമുള്ള ആളുകളെ തറയിലോട്ട് ഇറക്കി ഓക്സിജൻ സിലിണ്ടർ മാറ്റി അവരെ മരണത്തിന് വിട്ടുകൊടുക്കുകയായിരുന്നു അമേരിക്കൻ സാമ്രാജ്യത്വം. കേരളത്തിൽ അങ്ങനെ ആയിരുന്നില്ല. എന്തുകൊണ്ട് ഈ വ്യത്യാസം? അതാണ് ജനകീയ ചികിത്സാ രീതി, ജനങ്ങൾക്ക് വേണ്ടിയുള്ള സർക്കാർ എന്ന തിരിച്ചറിവ്. അതാണ് നമ്മുടെ ആരോഗ്യ മേഖലയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞ ഏറ്റവും പ്രധാനം. പിന്നൊന്ന്, നമ്മുടെ നാട്ടിലെ പെൻഷൻ സമ്പ്രദായം, ക്ഷേമ പെൻഷനുകൾ. എല്ലാവർക്കും ക്ഷേമ പെൻഷൻ എന്നതാണ് ഇടതുപക്ഷ സർക്കാരിൻ്റെ നയം. എല്ലാവർക്കും ക്ഷേമ പെൻഷൻ എന്നാണ്. അത് കൊടുക്കാൻ നിർവാഹം തടഞ്ഞു വയ്ക്കുന്നത്, എത്താൻ പരമാവധി ശ്രമിച്ചാലും കൊടുത്തേ കഴിയൂ എന്ന ഗതികേടിൽ എത്തിച്ചേർന്നതാണ് നമ്മുടെ UDF ഭരണങ്ങൾ വന്നപ്പോഴൊക്കെ. പക്ഷേ ഇപ്പോൾ സർക്കാർ എല്ലാ മാസവും പെൻഷൻ വർദ്ധിപ്പിച്ച പെൻഷൻ കൊടുക്കണമെന്ന ആഗ്രഹത്തിലാണ്. പല കാരണങ്ങളാൽ തുടർച്ചയായി ചിലവ് മുടക്കം വരുന്നുണ്ട്. അതിൻ്റെ വിഷമങ്ങൾ ജനം അനുഭവിക്കുകയാണ്. കേന്ദ്ര ഗവൺമെൻറ് സമീപനവും കേരളത്തിലുള്ള അവഗണനയും സാമ്പത്തിക ഞെരുക്കമുണ്ടാക്കുന്നതും എല്ലാം ഇതിൻ്റെ ഭാഗമാണ്. എങ്കിലും അതിനെയൊക്കെ മറികടന്നുകൊണ്ട് കേരളത്തിലെ ആളുകൾക്ക് ക്ഷേമ പെൻഷൻ മുടങ്ങാതെ കൊടുക്കാൻ കഴിയുന്ന സംവിധാനം ഉണ്ടാക്കണം
അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന ഗവൺമെൻറ്റാണ് എന്ന് ജനങ്ങൾക്ക് നന്നായി അറിയാം. അതുകൊണ്ടാണ് 1600 രൂപ എല്ലാ മാസവും കിട്ടിയാലുള്ള ഗുണം. എന്നെങ്കിലും കിട്ടലല്ല, എല്ലാ മാസവും 5-ാം തീയതിയോ 10-ാം തീയതിക്ക് മുമ്പ് പെൻഷൻ കൃത്യമായി കിട്ടുമെന്ന് നാട്ടിലെ കടക്കാർക്കും ഹോട്ടലുകാർക്കും പച്ചക്കറി കടക്കാരനും ഒക്കെ നല്ല ബോധ്യമുണ്ടെങ്കിൽ ഏതു പെൻഷൻകാരനും എനിക്ക് പെൻഷൻ കിട്ടുമ്പോൾ തരാമെന്ന് പറഞ്ഞുകൊണ്ട് 1000-1500 രൂപയുടെ വസ്തുക്കൾ കടം വാങ്ങാനും കടം കിട്ടാനുമുള്ള സൗകര്യം ഈ കേരളത്തിലുണ്ടാകും. ഉദ്യോഗസ്ഥന്മാരെങ്ങനെ ജീവിക്കുന്നത്? ശമ്പളം കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഒരു മാസത്തെ കടം മേടിച്ചിട്ടാണ് അവർ ജീവിക്കുന്നത്. അതേ സംവിധാനം കേരളത്തിലെ എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടിയാണ് എല്ലാ മാസവും പെൻഷൻ കൊടുക്കണം എന്ന നിലയിലോട്ട് ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റുകൾ നീങ്ങുന്നത്. അതിൽ വീഴ്ച വരുമ്പോൾ എങ്ങനെ പരിഹരിക്കാമെന്ന് ആലോചിക്കുകയാണ്. അതിനുവേണ്ടി 2 രൂപ പെട്രോളിന് കൂട്ടിയപ്പോൾ അതിനെതിരെ കേരള ബന്ദ് സംഘടിപ്പിച്ചവരാണ് ഇന്ന് ഈ പെൻഷന് കിട്ടാതെ വന്നപ്പോൾ പ്രതിഷേധിക്കുന്നെന്ന കാര്യം കൂടെ നമ്മൾ ഓർക്കണം. അവിടെ പരിഹാരം കാണാൻ വേണ്ടി അതിൻ്റെ ഗുണഭോക്താക്കളായ ജനങ്ങളാണ് വീട്ടുമുറ്റ സദസ്സുകളിൽ ഒന്നിച്ച നാട്ടിലെ കൂലി വ്യവസ്ഥയാണ്. ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തേക്കാൾ കൂലി കിട്ടുന്ന സംസ്ഥാനമാണ് കേരളം. മുതലാളി വർഗം അതിനെ ആക്ഷേപിക്കും, ഇവിടെ ഭയങ്കര കൂലിയായതുകൊണ്ട് ഒരു പണിയും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇന്ത്യയിലെ കൂലിയുടെ ശരാശരി എത്രയാ? 241 രൂപയാ. കേരളത്തിലെ കൂലിയുടെ ശരാശരി എത്രയാ? 750 രൂപയിൽ കൂടുതലാണ്. എങ്ങനെയാണ് ഈ മാറ്റം ഉണ്ടായത്? ഈ മാറ്റമുണ്ടായത് നെല്ല് മാത്രം കൂലിയായി കൊടുത്തിരുന്ന, അല്ലെങ്കിൽ പലപ്പോഴും കൂലി കൊടുക്കാതിരുന്ന ആ കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് വളർന്നത് വിദ്യാഭ്യാസപരമായ മാറ്റമുണ്ടായി. എല്ലാവരും മനുഷ്യരാണെന്ന് ചിന്തയുണ്ടായി. ജാതി ചിന്തകളും തൊട്ടുകൂടായ്മകളും അവസരം താണജാതിക്കാരും എന്ന ചിന്ത മാറി. എല്ലാവരും മനുഷ്യരാണെന്ന് വരുമ്പോൾ എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് പണിയെടുപ്പിച്ചാൽ അവർക്ക് നല്ല കൂലി കൊടുക്കണമെന്ന ബോധത്തിലോട്ട് കേരള ജനതയെ വളർത്തിക്കൊണ്ടുവരാൻ കഴിയും. അതിന് സഹായകരമായി സംഘടനകൾ, തൊഴിലാളി സംഘടനകൾ, സമരങ്ങൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, സാമൂഹ്യ സംഘടനകൾ, ശ്രീനാരായണ ഗുരുദേവൻ്റെ ചിന്തകൾ, അയ്യങ്കാളിയുടെ പ്രവർത്തനങ്ങൾ എല്ലാം വളർന്നു വന്നതിൻ്റെ ഫലമായിട്ടാണ് ഈ വലിയ മനുഷ്യർക്ക് സാമാന്യം മെച്ചപ്പെട്ട രീതിയിൽ പട്ടിണി കിടക്കാതെ വിശപ്പില്ലാതെ ജീവിക്കാൻ കഴിയുന്ന കൂലി വ്യവസ്ഥ കേരളത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞത്. അത് നമ്മുടെ നാടിൻ്റെ പുരോഗതിയുടെ ലക്ഷണങ്ങളിലൊന്നാണ്. ജലജീവൻ മിഷൻ വന്നപ്പോൾ എല്ലാ വീടുകളിലും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സൗജന്യമായി, അല്ലാത്തവർക്ക് വളരെ ചെറിയ തുച്ഛമായ തുകയിലും ടാപ്പുകൾ വീട്ടിൽ വെച്ച് കൊടുക്കുകയാണ് ശുദ്ധജലം കിട്ടാൻ. കുടവും പേറി മതിലുകളോളം നടക്കേണ്ട പലൊരു കാലം വടക്കേണ്ടിയിൽ ഇപ്പോഴും ആവർത്തിക്കുമ്പോൾ കേരളത്തിൽ അത് ഇല്ലാതാകുന്നു. എല്ലാവരുടെയും വീടിനുള്ളിൽ കുടിവെള്ളം എത്തിക്കുകയാണ്. എല്ലാ വീട്ടിലും വൈദ്യുതി എത്തിക്കുന്നത് എങ്ങനെയാണ്? വൈദ്യുതി എല്ലാ വീടുകളിലും എത്തിക്കുന്നു. എല്ലാവരും വിളിച്ചു നിൽക്കണം. വടക്കേണ്ടിയിൽ എല്ലാ ഗ്രാമിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയുമോ? ഒരു കോളനിയുടെ നടുക്ക് വലിയ തൂണിൽ ഒരു ബൾബിടും. നമ്മുടെ ഇവിടെ ടൗണിൽ വലിയ ബൾബിട്ട് വെളിച്ചം കൊടുക്കുന്ന പോലെ ഒരു കോളനിയുടെ നടുക്ക് ഒരു ബൾബിട്ടിട്ട് പറയും എല്ലാ ഗ്രാമത്തിലും വൈദ്യുതി എത്തി എന്ന് പ്രസംഗിക്കുന്ന പോലെ അല്ല കേരളത്തിൻ്റെ പുരോഗതി മുന്നോട്ട് പോകുന്നത് എന്ന യാഥാർത്ഥ്യം. അതിനെവിടെയൊക്കെയെങ്കിലും പിഴവുകളുണ്ടോ എന്ന് പരിശോധിക്കാനാണ്. അതുണ്ടെങ്കിൽ ഉയർത്തിക്കാണിക്കുമെന്ന് പറയാനാണ്. അതിന് പരിഹാരം കാണുന്നതിന് വേണ്ടി ചിന്തിക്കാനാണ് മന്ത്രിമാർ നവകേരള സദസ്സിലൂടെ നമ്മുടെ നാട്ടിൽ ഇറങ്ങി നടക്കുന്നതെന്ന കാര്യം മറന്നുകൂടാ. മറ്റൊന്ന് വിശപ്പില്ലാത്ത കേരളം ഉണ്ടാക്കലാണ്. കേരളം വിശപ്പില്ലാതായിരിക്കണം. ദാരിദ്ര്യം കേരളത്തിൽ നിന്ന് മാറി. പുതിയ തലമുറയ്ക്ക് ദാരിദ്ര്യമെന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൂടാ, വിശപ്പെന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൂടാ. പക്ഷേ വീട്ടുമുറ്റസതയിൽ കടന്നു വന്ന വല്യമ്മമാരും വല്യച്ഛന്മാരും മുത്തച്ഛന്മാരും പറഞ്ഞു, മക്കളെ, ഞങ്ങൾ വിശന്ന് വളർന്നവരാണ്, വിശപ്പിൻ്റെ വേദന അറിയാവുന്നവരാണ്, വിശന്ന് കരയുന്ന കുട്ടികളെ കണ്ടവരാണ്. ആ മാറ്റം കേരളത്തിൽ വന്നപ്പോൾ അതിൽ അഭിനന്ദിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യുന്നവരാണ് ഞങ്ങൾ. പണ്ടത്തെ തലമുറ, അന്നത്തെ കൊച്ചുകുട്ടികളായിരുന്ന അന്നത്തെ തലമുറ വിദ്യാലയങ്ങളിൽ പോയി പഠിച്ചിട്ട് വൈകുന്നേരം തിരിച്ചു വരുമ്പോൾ വീട്ടിൽ വന്നാൽ ഉടനെ പുസ്തകക്കെട്ട് സ്ലേറ്റും പുസ്തകവും താഴെ വെച്ചിട്ട് എറിഞ്ഞിട്ട് അമ്മമാരുടെ പുറകെ ഓടിച്ചെല്ലുകയാണ്. അമ്മയെ വിശക്കുന്നു, ഞങ്ങൾക്ക് എന്തെങ്കിലും തരൂ, വിശന്നിട്ട് വയ്യ, കപ്പ വാട്ടിയതോ കപ്പ പുഴുങ്ങിയതോ ചേന വേവിച്ചതോ ചേമ്പ് ചുട്ടതോ എന്തായാലും ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അമ്മമാരുടെ പിറകെ നടക്കുന്ന അന്നത്തെ തലമുറ. അവർക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കാൻ ഒന്നുമില്ലല്ലോ എന്ന് വിചാരിച്ച് കരയുന്ന അമ്മമാർ. ഇന്നതാണോ കേരളത്തിൻ്റെ പുരോഗതി? കേരളം മാറിയില്ലേ? ഇന്ന് പാത്രങ്ങളിൽ വിശിഷ്ട ഭോജ്യവുമായി നമ്മുടെ അമ്മമാർ, വീട്ടമ്മമാർ മക്കളുടെ പിറകെ നടക്കുകയാണ്. പൊന്നുമോനെ, പൊന്നുമോളെ, നീ ഇതൊന്ന് കഴിച്ചിട്ട് പോകൂ. കുട്ടികളത് വേണ്ടത്ര നന്നായി കഴിച്ചില്ലെങ്കിൽ അമ്മ കരയുകയാണ്. അന്ന് ഭക്ഷണം ഇല്ലാതെ കിട്ടാതെ കരയുന്ന കുട്ടികൾ, കൊടുക്കാൻ വശമില്ലാതെ കഴിയുന്ന അമ്മമാർ, ഇന്ന് ഭക്ഷണം കഴിക്കാതെ മാറി നടക്കുന്ന കുട്ടികൾ,
അവർ ഭക്ഷണം കഴിക്കാതെ വേദനിക്കുന്ന അമ്മമാർ. ഈ മാറ്റം എങ്ങനെയാണ് ഉണ്ടായത്? ഈ മാറ്റം കേരളത്തിൻ്റെ പുരോഗതിയുടെ ചരിത്രമാണ്. അവിടെയാണ് നമ്മുടെ വിതരണ സമ്പ്രദായം, റേഷൻ സമ്പ്രദായം. ഇവിടെ താമസിക്കുന്ന അന്യ സംസ്ഥാനത്തിൽ എവിടെ നിന്ന് വന്ന് താമസിക്കുന്ന റേഷൻ കാർഡുണ്ട് ഇവിടെ. വേറെ എവിടെയെങ്കിലും ഉണ്ടോ? ആ കടകളിൽ വില കുറഞ്ഞ സാധനം കിട്ടുന്നു, സൗജന്യമായി കിട്ടുന്നു. വിഷമസ്ഥിതികളും പകർച്ചവ്യാധികളും വെള്ളപ്പൊക്കവും വരുമ്പോൾ കിറ്റുകൾ സൗജന്യമായി വിതരണം ചെയ്യുന്നു. ആക്ഷേപവും കേസും ഉണ്ടായതാണ് കിറ്റുകൾക്കെതിരായി. ഓർക്കണം ബഹിഷ്കരണക്കാരൻ. അത് വിശപ്പില്ലാത്ത കേരളം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ്. വിദ്യാലയങ്ങളിൽ ഭക്ഷണത്തോടൊപ്പം ആഘോഷ കാലഘട്ടങ്ങളിൽ സൗജന്യ അരി വിതരണം ആരംഭിച്ചത് കേരളത്തെ വിശപ്പില്ലാത്ത കേരളമാക്കി മാറ്റുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ അതിദാരിദ്ര്യമില്ലാത്ത കേരളം എന്ന പുതിയ മുദ്രാവാക്യത്തിലോട്ട് കേരളം നീങ്ങുന്നത്. അതിനി എന്തൊക്കെ ചെയ്യണം എന്നീ സദസ്സിൽ ആളുകൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അതിദാരിദ്ര്യ കുടുംബങ്ങളുടെ എണ്ണം എടുത്തിട്ടുണ്ട്. അതില്ലാതാക്കാനുള്ള പ്രവർത്തനം നടക്കുകയാണ്. വിശപ്പ് മാത്രമല്ല ദാരിദ്ര്യം. എന്താണോ ജീവിക്കാൻ അത്യാവശ്യം വേണ്ടതില്ലാത്തത്, അതില്ലാത്തതാണ് ദാരിദ്ര്യം. കിട്ടുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ് ദാരിദ്ര്യം ഇല്ലാതാക്കാൻ ചെയ്യുന്നത്. അത് വസ്ത്രമാണെങ്കിൽ, അത് വീടാണെങ്കിൽ, അതുപോലെ ചികിത്സയാണെങ്കിൽ, വിദ്യാഭ്യാസമാണെങ്കിൽ, ജോലിയാണെങ്കിൽ, കൂലിയാണെങ്കിൽ, എന്താണോ ഇല്ലാത്തത് അത് ലഭ്യമാക്കലാണ് അതിദാരിദ്ര്യം ഇല്ലാതാക്കുന്നതിൻ്റെ പ്രവർത്തനം. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ കേരള ഭരണത്തിൻ്റെ ഭാഗമായി അങ്ങ് മേൽത്തട്ട് മുതൽ പഞ്ചായത്ത് വരെ നടപ്പാക്കാനും അത് ഫലപ്രദമാക്കി തീർക്കുന്നതിന് വേണ്ടിയുള്ള മാർഗനിർദ്ദേശങ്ങൾ കേട്ട് പഠിക്കാനും അത് നടപ്പിലാക്കും ഞങ്ങളെന്ന് ഉറക്കെ പറയാനും വേണ്ടി നടക്കുന്നതാണ് ഈ നവകേരള സദസ്സ് എന്ന കാര്യം. ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുക മാത്രമല്ല വീട്ടുമുറ്റ സദസ്സുകളുണ്ടായത്. ഇവയ്ക്ക് പരിഹാരം കാണാനും ഇതേ പാതയിൽ മുന്നോട്ട് പോകാൻ കേരളത്തിൽ ആകെ നടത്തിയിട്ടുള്ള മറ്റു വികസന പ്രവർത്തനങ്ങൾ, നല്ല റോഡുകൾ, നല്ല സ്കൂൾ കെട്ടിടങ്ങൾ, നല്ല ആശുപത്രികൾ, എല്ലാ തരത്തിലുള്ള വികസനത്തിന് എന്തൊക്കെ തടസ്സമുണ്ടായാലും അതിനൊക്കെ തുറമുഖം വരുന്നു, ഗെയിൻ പദ്ധതി വരുന്നു, ഗ്യാസ് പദ്ധതി വരുന്നു. അവിടെ എല്ലാം മുന്നേറാൻ കഴിയുന്ന തരത്തിൽ കേരളത്തെ ഇനി മുന്നേറണം. പണ്ട് കേരളത്തിൽ വിമാനത്താവളം വേണമെന്ന് ആളുകൾ പറഞ്ഞിരുന്നില്ല. അന്ന് വിശപ്പിൻ്റെ കാല. പണിയെത്തട്ടെ കൈകളിലാന്തം പിന്നീടാകാം എയറോഡ്രോം എന്ന് മുദ്രാവാക്യം വിളിച്ചവരാണ് കേരളീയർ. അവിടുന്ന് കേരളീയർ വളർന്നു. ഇപ്പം കേരളത്തിൽ വിമാനത്താവളം ആവശ്യമുണ്ട്. നമ്മുടെ കുട്ടികളൊക്കെ പല സ്ഥലങ്ങളിലാണ്. അവർ പോവുകയും വരികയും ചെയ്യാൻ നമ്മുടെ നാട്ടും പ്രദേശങ്ങളിൽ വിമാനത്താവളം വേണം. ശബരിമല സന്ദർശിക്കാൻ വിമാനത്താവളം വേണം. അങ്ങനെ നമ്മുടെ വികസനത്തെ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് അതിവേഗത്തിൽ സഞ്ചരിക്കാൻ തീവണ്ടികളും മറ്റ് യാത്രാ സൗകര്യങ്ങളും വേണം. ഇടുക്കി ജില്ലയിലടക്കം വിശാലമായ ഹൈടെക് റോഡുകൾ നിർമ്മിക്കാനും അത് മാധ്യമങ്ങളെ മറച്ചു വെച്ചെങ്കിലും അരിക്കൊമ്പൻ്റെ സഞ്ചാരത്തിലൂടെ അതെല്ലാം ടി വിയിലും മാധ്യമങ്ങളിലും കാണാൻ കഴിയുന്ന സ്ഥിതി ഉണ്ടാവുകയും ചെയ്ത ഒരു കാലഘട്ടത്തിലാണ് നവകേരള സദസ്സ് നടക്കുന്നത് എന്ന കാര്യം നമുക്ക് ഓർക്കേണ്ടതാണ്. ഇവയ്ക്കെല്ലാം ഈ നിവേദനങ്ങളുടെ എണ്ണം കുറയ്ക്കുന്നതിന് വേണ്ടി അപേക്ഷ കൊടുത്തിട്ട് ഗുണമില്ല. ഇത്രയേറെ അപേക്ഷകൾ കിട്ടിയാൽ ഇത് നടപ്പിലാകും എന്ന് പ്രചരിപ്പിക്കാൻ വീട്ടുമുറ്റ സദസ്സുകൾക്ക് ബദൽ യോഗങ്ങൾ വിളിച്ച രാഷ്ട്രീയ നേതാക്കന്മാരും, അവരെ രാഷ്ട്രീയ നേതാക്കന്മാരാണോ എന്ന് വിളിക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ല, നേതാക്കന്മാരും നമ്മുടെ ഇടുക്കി ജില്ലയുടെ ചില ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നു സുഹൃത്തുക്കളെ. അപ്പോൾ എങ്കിലും ഈ അപേക്ഷകൾ അപേക്ഷ കൊടുത്താൽ ഒന്നും നടപ്പാകാൻ പോകുന്നില്ല. കേൾക്കുമ്പോൾ ശരിയാണെന്ന് ആളുകൾക്ക് തോന്നും. ഇക്കണക്കാണെങ്കിൽ 1,50,000 അപേക്ഷയാണ് ഇടുക്കി ജില്ലയിൽ. അങ്ങനെ 14 ജില്ലകളിൽ നിന്ന് കൂടെ കിട്ടുമ്പം അപേക്ഷകൾ ലക്ഷക്കണക്കിനാണ്. ഇതിനൊക്കെ എങ്ങനെ തീരുമാനം ഉണ്ടാക്കാനാ എന്ന്. അതുകൊണ്ട് ഇതെല്ലാം ചവിറ്റുകൊട്ടയിലെറിയുന്ന പ്രഹസനമാണ്, ജനങ്ങളെ വഞ്ചിക്കാനുള്ള സമീപനമാണെന്ന് മുഖപ്രസംഗം കൊണ്ട് പത്രങ്ങളും പ്രസംഗിക്കുന്ന പ്രതിപക്ഷ നേതാക്കന്മാർ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. മുൻപുണ്ടായ ചില സർക്കാർ ചെയ്തതുപോലെ അല്ല ആ അനുഭവം വെച്ചിട്ട് അവർ പ്രസംഗിക്കുന്നത്. ഇത് ജനങ്ങൾ എന്തുകൊണ്ട് ഒരു സ്ഥലത്തുനിന്ന് വരുമ്പോൾ വീണ്ടും ആവേശത്തോടെ ഏറ്റെടുക്കുന്നത് കാണുമ്പോഴാണ്. നടത്തിയ പ്രഭാത സദസ്സുകളിൽ നേരിട്ട് എത്തി വിഷമതകൾ പറഞ്ഞ ആൾക്ക് അപ്പോൾ തന്നെ പരിഹാരമുണ്ടാക്കുന്ന ഒട്ടേറെ ഉദാഹരണങ്ങൾ മാധ്യമങ്ങളിലൂടെ മറച്ചു വെച്ചിട്ടും ജനങ്ങൾ മനസ്സിലാക്കുകയാണ്. ചില ഉദാഹരണങ്ങൾ ഞാൻ പറയാം. 1,600 ക്ഷേമ പെൻഷൻ എന്നാണ് വിചാരിച്ചിരുന്ന എല്ലാവരും. പക്ഷേ 1,000 രൂപ കിട്ടുന്നവരും 1,200 രൂപ കിട്ടുന്നവരും 1,400 രൂപ കിട്ടുന്നവരും പെൻഷൻ ഇത് വാങ്ങുന്നവരുണ്ട് നമ്മുടെ കേരളത്തിൽ. അത് നേരിട്ട് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അപ്പോൾ തന്നെ അവർക്കും 1,600 രൂപയാക്കാൻ നിർദ്ദേശം കൊടുക്കുകയും 2 ദിവസത്തിനകം അടുത്ത ജില്ലയിൽ
സദസ് എത്തിയപ്പോഴേക്കും ധനകാര്യമന്ത്രി അവർക്ക് കൂടി അങ്ങനെ 1600 ഇല്ലാത്തവർക്ക് കൂടി ക്ഷേമ പെൻഷൻ 1600 ആക്കിക്കൊണ്ട് പ്രഖ്യാപനം ഉത്തരവെക്കുകയും ചെയ്തു. നടപടി വളരെ പെട്ടെന്നാണ്. ചികിത്സാ സഹായം തേടി എത്തിയവരെ അപ്പോൾ തന്നെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യാൻ ആരോഗ്യമന്ത്രി മുൻകൈ എടുത്തു. കേൾവിക്ക് വേണ്ടി ഉപകരണങ്ങൾ വാങ്ങി ഉപയോഗിക്കാൻ ശേഷിയില്ലാത്തവരെ അപ്പോൾ തന്നെ അതിന് സഹായിക്കുന്ന നടപടികളുണ്ടായി. എന്തിന് ഞങ്ങളുടെ ജില്ലയിലെ, ഇടുക്കി ജില്ലയിലെ ലിജിമോൾ എന്ന കുട്ടി ഭിന്നശേഷിക്കാരിയാണ്. പക്ഷേ അവൾക്ക് വണ്ടി ഓടിക്കാൻ പഠിച്ചു, പക്ഷേ ലൈസൻസ് കിട്ടുന്നില്ല. നവകേരള സദസ്സിൽ പാലക്കാട് ജില്ലയിൽ വെച്ചിട്ടാണ് ഇടുക്കി ജില്ലക്കാരി ആയ ലിജിമോൾക്ക് ലൈസൻസ് വിതരണം ചെയ്തത്. അങ്ങനെ ഒട്ടേറെ ഉദാഹരണങ്ങൾ. ആ ഉദാഹരണങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോൾ കൊടുക്കുന്ന അപേക്ഷകൾക്ക് കഴിയുന്നത്ര വേഗത്തിൽ, കഴിയുന്നത്ര തീരുമാനമുണ്ടാക്കാൻ കഴിയുന്ന സർക്കാരാണ്, കഴിയുന്ന മന്ത്രിമാരാണ്, ഭരണാധികാരികളാണ്, ജനപ്രതിനിധികളാണ് ഞങ്ങളുടെ മുമ്പിൽ വന്നു നിൽക്കുന്നത്. അവരെ കാണാനും അവരോട് പറയാനും അവർക്ക് നിർവേദനം കൊടുക്കാനും ചെയ്യുന്ന ഒരു ആവേശത്തോടെ ജനങ്ങൾ ഏറ്റെടുക്കുന്നത് ഈ ഗവൺമെൻറ്റിലുള്ള ഉറച്ച വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ടാണ് മറ്റെല്ലാ കള്ളപ്രചരണം വകവയ്ക്കാതെ ജനങ്ങൾ ഒഴുകിയെത്തിയതും നിവേദനങ്ങൾ കുന്നുകൂടിയതും അതുകൊണ്ടാണ്. ആ കൂടിയ എല്ലാ നിവേദനങ്ങളും വാങ്ങുകയും എത്ര വൈകിട്ടാണ് നിവേദനങ്ങൾ വാങ്ങുകയും അതിന് രസീത് കൊടുക്കുകയും ചെയ്തു. ആ രസീതുകളും അടക്കി പിടിച്ച് നെഞ്ചോട് ചേർത്ത് വെച്ചിട്ടാണ് ഇടുക്കി ജില്ലയിലെ മറ്റെല്ലാ ജില്ലയിലെയും പോലെ ലക്ഷക്കണക്കിന് ആളുകൾ സ്വന്തം വീടുകളിലോട്ട് മടങ്ങിയിട്ടുള്ളത്. അതിൽ ബഹുഭൂരിപക്ഷവും അതിവേഗം നടപ്പാകുമെന്ന പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. ഈ പരിപാടി ഈ നവകേരള സദസ്സ് കേരളത്തിൽ എത്തുന്നതിന് മുമ്പായി തന്നെ ജില്ലയിലകത്ത് ഒട്ടേറെ മറ്റു പലതരത്തിലുള്ള പ്രചരണ പരിപാടികൾ സംഘടിപ്പിക്കുകയുണ്ടായി. യുവജന സംഘടനകളുടെ വകയായി ജില്ലയിലാകെ കൂട്ടയോട്ടം ശ്രദ്ധിക്കപ്പെട്ടതാണ്. വിദ്യാർത്ഥി സംഘടനകളുടെ വകയായി പാട്ടും പറച്ചിലും എന്ന പരിപാടി സംഘടിപ്പിച്ചു. ഒട്ടേറെ വിവിധ സംഘടനകൾ കായിക മത്സരങ്ങൾ നടത്തി. ബാലസംഘങ്ങളുടെയും തൊഴിലാളി സംഘടനയുടെയും നേതൃത്വത്തിൽ മെഴുകുതിരി തെളിക്കൽ, ദീപം തെളിക്കൽ പ്രചരണം സംഘടിപ്പിച്ചു. കർഷക സംഘത്തിൻ്റെ നേതൃത്വത്തിൽ കാളവണ്ടിയോട്ട മത്സരം സംഘടിപ്പിച്ചു. വിളംബര ജാഥകൾ എല്ലാ പഞ്ചായത്ത് തലത്തിലും വിളംബര ജാഥകൾ, ബൈക്ക് റാലികൾ, ഓട്ടോറിക്ഷ റാലികൾ, ഇങ്ങനെ ഒട്ടേറെ വിവിധ തരങ്ങളിൽ. അതിനൊക്കെ പുറമെ വിളംബര ജാഥകളിലും മറ്റും മഹാ തിരുവാതിരകളികൾ, നൂറുകണക്കിന് സ്ത്രീകൾ, വനിതകൾ, സഹോദരിമാർ പങ്കെടുത്ത മനോഹരമായ തിരുവാതിരകളികൾ എല്ലാ കേന്ദ്രങ്ങളിലും, ഇടുക്കിയിലെ 5 കേന്ദ്രങ്ങളിലും മറ്റെല്ലാ ജില്ലയിലുണ്ടായതുപോലെ പരിപാടികൾ ആരംഭിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ വിവിധ തരം കലാപരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് നവകേരള സദസ്സിനെ ധന്യമാക്കിയത്. രാജേന്ദ്രൻ്റെ നിര്യാണത്തെ തുടർന്ന് എറണാകുളത്തെ പെരുമ്പാവൂരിൽ ആരംഭിക്കേണ്ട രാവിലത്തെ നവകേരള സദസ്സ് ഉച്ച കഴിഞ്ഞാക്കി എന്ന് കേട്ടപ്പോൾ ഇടുക്കിയിലേക്കുള്ള നവകേരള സദസ്സിൻ്റെ മന്ത്രിമാരുടെ എത്തിച്ചേരൽ വൈകും എന്ന പ്രതീക്ഷയായിരുന്നു സംഘാടകർക്കുണ്ടായിരുന്നു. പക്ഷെ ആ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചുകൊണ്ട് 6:30 എന്ന് പറഞ്ഞിരുന്നത് 6:15 മുമ്പ് തന്നെ അങ്ങോട്ട് നിവേദനം നൽകാനും മറ്റുമായി ഒഴുകിയെത്തിയ 10,000 സാക്ഷി നിർത്തി നവകേരള സദസ്സ് തൊടുപുഴയിലെ ഗാന്ധി സ്ക്വയർ മൈതാനത്തോട് ചേർന്ന് പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ ആരംഭിച്ചു. സ്വാഗതസംഘത്തിൻ്റെ ചെയർമാനായിരുന്ന KT ബിനുവിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ B. അബ്ദുൾ റഹ്മാൻ, ജില്ലക്കാരനായ മന്ത്രി റോഷി അഗസ്റ്റിൻ, ധനകാര്യമന്ത്രി KN ബാലഗോപാലൻ എന്നിവർ പ്രസംഗിച്ചു. അവരുടെ പ്രസംഗത്തെ തുടർന്ന് മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും എത്തിച്ചേർന്നു. ജനങ്ങളാകെ വളരെ മാധ്യമങ്ങളുടെ എല്ലാം തെറ്റായ പ്രചരണത്തിലൂടെ മനസ്സിൽ കണ്ടുവച്ചിരുന്ന ആ വാഹനത്തെ, ആ ടൂറിസ്റ്റ് വണ്ടിയെ കാണാനും അതിൽ നിറഞ്ഞു വരുന്ന മന്ത്രികളെ കാണാൻ ജനങ്ങൾ ഹർഷാരവത്തോടെ കാത്തുനിന്നു. മുഖ്യമന്ത്രിയുടെ ആവേശഭരിതരുമായ ആശ്വാസകരവുമായ പ്രസംഗത്തോടുകൂടി 8:30 തൊടുപുഴയിലെ പരിപാടി അവസാനിച്ചു. പക്ഷെ ജനങ്ങൾ പിരിഞ്ഞില്ല. അടുത്ത താമസ കേന്ദ്രമായ ഇടുക്കിയിലോട്ട് മന്ത്രിമാരെയും മുഖ്യമന്ത്രിയടക്കമുള്ള മന്ത്രിസഭയെയും ഇരു കൈകളും വീശി കൈ ഉയർത്തി മുദ്രാവാക്യം വിളിച്ച് യാത്രയാക്കിയതിന് ശേഷമാണ് തൊടുപുഴയിലെ നവകേരള സദസ്സ് അവസാനിച്ചത്. അന്ന് രാവിലെ ഇടുക്കി മണ്ഡലത്തിലെ ചെറുതോണിയിലാണ് പ്രഭാത സദസ്സ് നടന്നത്. ഇടുക്കി ജില്ലയിലെ ഒരു സ്ഥലത്ത് മാത്രമാണ് പ്രഭാത സദസ്സ് ഉണ്ടായിരുന്നത്. ആ സദസ്സിലോട്ട് വിവിധ ക്രിസ്ത്യൻ വിഭാഗങ്ങളിലെ മേലധ്യക്ഷന്മാർ, SNDP മുസ്ലിം വിഭാഗം തുടങ്ങിയ സംഘടനകളുടെ നേതാക്കന്മാർ, വിവിധ രാഷ്ട്രീയ പ്രവർത്തകർ, മറ്റ് പൗരപ്രമുഖന്മാർ ഒക്കെ, അവാർഡ് നേടിയ മറ്റു കുട്ടികൾ, പലരെയും ക്ഷണിക്കപ്പെട്ട ആളുകളെല്ലാം അവിടെ എത്തിച്ച
അവരൊക്കെ ഇടുക്കി ജില്ലയുടെ പുരോഗതിക്ക് വേണ്ടി ഒരുപാട് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു. ജില്ലയ്ക്ക് വേണ്ടി സർക്കാർ ചെയ്ത ഒരുപാട് കാര്യങ്ങളെ അവർ അഭിനന്ദിച്ചു. ഇനിയും ഇടുക്കി ജില്ലയിൽ പരിഹരിക്കാതെ കിടക്കുന്ന ഭൂപ്രശ്നങ്ങൾ, വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യം, ഇടുക്കി ജില്ലയിലെ കൃഷിക്കാരുടെ വിലത്തകർച്ച കൊണ്ട് അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, റബ്ബറിൻ്റെയും ഏലത്തിൻ്റെയും മറ്റ് കാർഷിക ഉപകരണങ്ങളുടെയും ഒക്കെ വിലത്തകർച്ച, കാർഷിക രംഗത്ത് നേരിടുന്ന വിഷമതകൾ എല്ലാം അവിടെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പട്ടയം ഒരുപാട് ആൾ കിട്ടിയിട്ടുണ്ടെങ്കിലും ഇനി പട്ടയം കിട്ടാനുള്ള ബാക്കി ആളുകൾ, ഇതെല്ലാം നിവേദനങ്ങളായി, അഭിപ്രായങ്ങളായി, നിർദ്ദേശങ്ങളായും വന്നിട്ടുണ്ട്. 11 മണിയോടുകൂടി ഇടുക്കിയിലെ ജനകീയ സദസ്സ് ആരംഭിച്ചു. ആ സദസ്സിൽ ഇടുക്കിയിലെ മന്ത്രി കൂടിയായ റോഷി അഗസ്റ്റിൻ്റെ അധ്യക്ഷതയിൽ കൂടിയ ഇടുക്കിയിലെ നവകേരള സദസ്സിൽ മന്ത്രിമാരായ കെ രാധാകൃഷ്ണൻ, വി ശിവൻകുട്ടി, കെ രാജൻ എന്നിവർ പ്രസംഗിച്ചു. അതിനുശേഷം മന്ത്രിമാരും മന്ത്രിസഭ ഒന്നാകെ അടിമാലി, ദേവികുളത്തെ മണ്ഡലത്തിൻ്റെ സ്വീകരണ കേന്ദ്രമായ അടിമാലിയിലോട്ട്, അവിടുത്തെ വിശ്വജ്യോതി സ്കൂളിലെ മൈതാനത്തിലായിരുന്നു നവകേരള സദസ്സ് അവിടുത്തെ പന്തലിലാണ് അണിയിച്ചിരിക്കുന്നത്. അവിടുത്തെ ദേവികുളത്തെ MLA എ രാജയായിരുന്നു അധ്യക്ഷൻ. ആ യോഗത്തിൽ അഹമ്മദ് ദേവർകോവിൽ, പി പ്രസാദ്, MP രാജേഷ് തുടങ്ങിയ മന്ത്രിമാരാണ് പ്രസംഗിച്ചത്. അവിടുന്ന് പരിപാടി കഴിഞ്ഞ് ജനങ്ങൾ നേരെ, ഈ മന്ത്രിസഭ നേരെ പോയത് ദേവികുളം ഉടുമ്പൻചോല മണ്ഡലത്തിലോട്ടാണ്. അവിടെ വൈകുന്നേരമാണ് പരിപാടി. ഉടുമ്പൻചോല മണ്ഡലത്തിലെ സെൻറ്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ ചേർന്ന സമ്മേളനത്തിൽ ഉടുമ്പൻചോല MLA മുൻ മന്ത്രിയുമായിരുന്ന MM മണി അധ്യക്ഷത വഹിച്ചു. ആന്റണി രാജു, പി രാജീവ്, GR അനിൽ തുടങ്ങിയ മന്ത്രിമാരാണ് അവിടെ പ്രസംഗിച്ചത്. അവിടെ നിന്ന് രാത്രി വൈകുന്നേരം പീരുമേടിലെത്തി കുമളിയിലാണ് മന്ത്രിസഭാ അംഗങ്ങൾ താമസിച്ചത്. 12-ാം തീയതി രാവിലെ പ്രഭാത സദസ്സ് ഉണ്ടായിരുന്നില്ല. പതിവ് മന്ത്രിസഭാ ദിവസമാണ്. ഇടുക്കിയുടെ മണ്ണിൽ കേരളത്തിലെ മന്ത്രിസഭ ഉയരുന്നത് ആദ്യമാണ്. അത് ഇടുക്കിയിലെ വിനോദസഞ്ചാര കേന്ദ്രമായ തേക്കടിയിലെ മുളങ്കാടുകൾ വളരുന്നതിനിടയ്ക്ക് ബാംബു ഗ്രോവർ, അവിടെയാണ് മന്ത്രിസഭാ യോഗം ചേർന്നത്. അവിടെ മന്ത്രിസഭാ യോഗം ചേർന്ന് ഇടുക്കിക്ക് വളരെ പ്രാധാന്യമുള്ള, ഇടുക്കിയോട് അടുത്ത് കിടക്കുന്ന ശബരിമലയിലെ തിരക്കിൻ്റെ പ്രശ്നങ്ങളടക്കം ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുകയുണ്ടായി. ഇടുക്കിയിൽ സുഖവാസ കേന്ദ്രത്തിന് വേണ്ടി രാജഭരണകാലത്ത് അമ്മ മഹാറാണി, പിന്നീട് സ്വാമിയുമൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ മറ്റു പലരും അങ്ങനെ വന്ന് സുഖവാസ കേന്ദ്രത്തിന് വേണ്ടി പീരുമേടിൽ താമസിച്ച സ്ഥലങ്ങളുണ്ട്. അതിൻ്റെ കെട്ടിടങ്ങൾ ഇപ്പോഴും അവിടെ ഉണ്ട്. അങ്ങനെ വന്നിട്ടുള്ളതല്ലാതെ ഭരണാധികാരികൾ നയപരമായ തീരുമാനമെടുക്കുന്ന യോഗങ്ങൾ ഇടുക്കിയിൽ നടന്നിട്ടില്ല. അത് ആദ്യമാണ് ചരിത്രം. മന്ത്രിസഭാ യോഗം കഴിഞ്ഞ് പിന്നീട് നേരെ പീരുമേടിലെ വണ്ടിപ്പെരിയാറിലെ പഞ്ചായത്തിൻ്റെ മിനി സ്റ്റേഡിയത്തിലാണ് പീരുമേട് മണ്ഡലത്തിലെ നവകേരള സദസ്സ് നടന്നത്. അതിൻ്റെ അധ്യക്ഷനായ ഇവിടുത്തെ MLA വാഴൂർ സോമൻ. ആ വിശ്വാസത്തിൻ്റെ സൂചനയാണ് ഇവിടെ നിന്ന് കിട്ടിയിട്ടുള്ള 1,50,000-ഓളം നിവേദനങ്ങൾ. ആ നിവേദനങ്ങളിൽ ഇടതുപക്ഷ ഗവൺമെൻറ് പറഞ്ഞ വാക്ക് പാലിക്കുന്നവരാണ്. തമിഴ് ഭാഷയിൽ ചൊല്ലുന്നത് പോലെ നനച്ചത് ചൊൽവത് മാത്രം, നടപ്പത് മാത്രം ചൊൽവേ, ചൊൽവത് മാത്രം ചെയ്വത് മാത്രം ചൊൽവേ എന്ന് പറയുന്ന ഒരു സിനിമ ഡയലോഗുണ്ട്. അതുപോലെ നടപ്പാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രം പറയുകയും പറയുന്ന കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ഗവൺമെൻറ്, ഒന്നാം പിണറായി ഗവൺമെൻറ് പ്രകടന പത്രികയിലെ ബഹുഭൂരിപക്ഷം 20 കാര്യങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം നടപ്പാക്കി വരാം. അതിനെ പ്രോഗ്രസ് കാർഡ് ഇറക്കിയവരാണ്. അത് അനുഭവിച്ചറിഞ്ഞ ജനങ്ങളാണ് നമ്മുടെ ഇടുക്കി ജില്ലയിലുള്ളത്. ആ തിരിച്ചറിവും അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സർക്കാരിനോട് പറയുന്നു, ഈ സർക്കാർ കേൾക്കുന്നതും കാര്യങ്ങൾ ചെയ്യാൻ പരമാവധി ശ്രമിക്കും. ഇത് ജനങ്ങളുടെ സർക്കാരാണ്, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. ജനങ്ങളെ തിരിച്ചറിയാനും അവരോടൊപ്പം നിൽക്കാനും അവരുടെ ഭാഗമായി നിന്ന് ആവേശം ഉൾക്കൊള്ളാനും വേണ്ടിയാണ് ഈ മന്ത്രിസഭ ജനങ്ങളിലോട്ട് ഇറങ്ങി വന്നത് എന്ന വിശ്വാസവും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള അഭിമാനവും ഒക്കെ വെച്ചിട്ടാണ് ജനസഞ്ചയം കൂടി. ഇത് മനസ്സിലാക്കാൻ
അത് തിരിച്ചറിയാനും ആ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഇടുക്കി ജില്ലയിൽ നടക്കം കേരളത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് കിട്ടി ജനങ്ങളുടെ അഭിപ്രായങ്ങളും നിവേദനങ്ങളും പരമാവധി വേഗം പരിഹരിക്കാനും പരിഹരിക്കാനും ഈ ഗവൺമെൻറ് കഴിയും എന്ന ഉത്തമ വിശ്വാസത്തോടെ ഞാനൊരു സംസാരം അവസാനിപ്പിക്കുകയാണ്. ആദ്യത്തെ ഒരു സംഭവമായ നവകേരള സദസ്സിൻ്റെ എല്ലാ ജില്ലയിൽ നടന്ന സംഭവങ്ങൾ എല്ലാവർക്കും അറിയാൻ അല്ലെങ്കിൽ എല്ലാവരെയും അറിയിക്കുന്നതിന് വേണ്ടി ഇടതുപക്ഷം ഹൃദയപക്ഷം എന്ന കൂട്ടായ്മ മുൻകൈയെടുത്ത് ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചതിൽ അതിൻ്റെ പ്രവർത്തകരെയും സംഘാടകരെയും ആകെ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അതുപോലെ തന്നെ ഈ നിങ്ങളുടെ കൂട്ടായ്മയിൽ ഒരിക്കൽ കൂടി വരാനും ചില ആശയങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാനും ഒരവസരം കൂടി ഉണ്ടാക്കി തന്ന നിങ്ങളുടെ ഭാരവാഹികളെ, അതിൽ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയ മധുവിനെയും ഒക്കെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിവാദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.